മലയാളത്തിലെ രണ്ട് നടന്മാർ ഭൂട്ടാനിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് വാഹനം ഇന്ത്യയിലേക്ക് കടത്തിയതായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോഴ് രണ്ട് നടന്മാരുടെ പേര് ഒന്ന് പൃഥ്വിരാജാണ്, മറ്റൊന്ന് ദുൽഖർ ആണെന്ന് പറയുന്നു. പൃഥ്വിരാജിൻ്റെ തേവര വീട്ടിലും തിരുവനന്തപുരം വീട്ടിലും അവിടെ കസ്റ്റംസ് റെയ്ഡ് നടത്തി കഴിഞ്ഞു. വണ്ടി പിടിച്ചെടുക്കാൻ നോക്കി. അവിടെ രണ്ട് സ്ഥലത്തും ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഭൂട്ടാനിലെ വാഹനങ്ങൾ, അവിടുത്തെ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങൾ അവർ ഉപയോഗം കഴിഞ്ഞ് ഉപേക്ഷിക്കുമ്പം അത് ലേലത്തിൽ വെക്കും, അല്ലെ മറിച്ച് വിൽക്കും. ഇന്ത്യയിൽ നിന്നുള്ളവർ ആ വാഹനങ്ങൾ വാങ്ങിക്കുന്നു. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്ക് അത് കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഹിമാചൽ പ്രദേശത്ത് കൊണ്ടുവന്ന് അവിടെ ഫേക്കായിട്ട് അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യും. ഹിമാചൽ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്ത വാഹനമായിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയി ഇന്ത്യയിൽ അത് വിൽക്കുന്നു. ഭൂട്ടാൻ പട്ടാളക്കാരുടെ ഈ വാഹനത്തിന് 5 ലക്ഷവും അല്ലെങ്കിൽ 10 ലക്ഷം രൂപയെ വിലയുള്ളൂ. അതിനിടയ്ക്ക് അവർ കിട്ടും. പക്ഷെ ഇവിടെ വിൽക്കുന്നത് 30 ലക്ഷം രൂപയ്ക്കാണ്. വളരെ വലിയ സംഖ്യയ്ക്ക് ഇവിടെ വിൽക്കുകയാണ്. ഏകദേശം 150ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇത് കസ്റ്റംസിന് കിട്ടിയ വിവരം. അതിൽ കേരളത്തിലെ 20 വാഹനം വിറ്റിട്ടുണ്ട്. 3 വാഹനങ്ങൾ സിനിമാ നടന്മാരാണ് വാങ്ങിച്ചത്. 2 പേരുടെ പേരിപ്പം വന്നിരിക്കുന്നു, പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയും. പൃഥ്വിരാജിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലും തേവര വീട്ടിലും റെയ്ഡ് നടത്തി, വാഹനം കണ്ടെത്തിയില്ല. ദുൽഖറിൻ്റെ പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി, വാഹനം കിട്ടിയില്ല. 3 വാഹനം സിനിമാ നടന്മാരുടെ കയ്യിലുണ്ടെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. അത് HP ഹിമാചൽ പ്രദേശ് എന്നുള്ള HP 52 എന്ന നമ്പറിലുള്ള വാഹനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഫേക്ക് രജിസ്ട്രേഷനും ടാക്സ് എവേഷനും, കളവായിട്ട് ഇമ്പോർട്ട് ചെയ്ത തീരുവ ഇന്ത്യക്ക് കിട്ടണം, മറ്റൊരു രാജ്യത്തു നിന്ന് വന്നതാണ്. അത് തീരുവ രാജ്യത്തിന് അടയ്ക്കാതെ അത് രഹസ്യമായിട്ട് ഹിമാചൽ പ്രദേശത്തിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പം HP 52 എന്ന നമ്പറിൽ വാഹനത്തിൻ്റെ നമ്പറിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനത്തേക്കും മറിച്ചു വിൽക്കുകയാണ്. 30 ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റിരിക്കുന്നു എന്നാണ്. 5 ലക്ഷത്തിന് വാങ്ങിച്ചത് അല്ലെങ്കിൽ 10 ലക്ഷത്തിന് വാങ്ങിച്ചതിൻ്റെ അതിൻ്റെ 4 ഇരട്ടിയോളം വിലയ്ക്ക് വാങ്ങാൻ ഇവിടെ ആളുണ്ട്. സിനിമാ നടന്മാരും കേരളത്തിലെ വ്യവസായികളും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ടാക്സ് എവേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നടപടികൾ ശക്തമാണ്, അത് കണ്ടെത്തും. ഇനി ആ വാഹനങ്ങൾ HP 52 രജിസ്ട്രേഷനുള്ള വാഹനങ്ങളൊന്നും വെളിയിലിറക്കാൻ കഴിയില്ല. കാരണം കസ്റ്റംസ് പിടിക്കും. ടാക്സ് എവേഷനാണ്. അവർ അതുപോലെ എത്ര വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഒരു കണക്ക് കസ്റ്റംസിന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ ഒരു വാഹനം, സുരേഷ് ഗോപി കേരളത്തിലാണ് താമസിക്കുന്നത്, പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്തു. തിരിച്ച് അദ്ദേഹം അത് കേരളത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് വലിയ വിവാദമായിരുന്നു. ടാക്സ് എവേഷന് എന്തിനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്? ഇത്രയും വലിയ നടന്മാർക്ക് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. അവരെന്തിനാണ് ഈ പിശുക്ക് കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർക്കൊക്കെ ഏത് വാഹനം, പുതിയ ഏറ്റവും ആധുനികമായ വാഹനം അവർ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നു. അത് വാങ്ങുന്നതിന് എത്ര കോടി രൂപയാണെങ്കിലും അവർ മുടക്കും. അങ്ങനെ വാഹനഭ്രാന്തന്മാരെന്ന് അവരെ വിളിക്കേണ്ടിയും വരും. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനത്തിന് എന്താ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 3 സിനിമാ നടന്മാരും അത് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി കിട്ടിയില്ലെങ്കിൽ അത് വെളിയിലിറക്കത്തില്ല, അല്ലെങ്കിൽ കസ്റ്റംസ് അത് എവിടെന്നെങ്കിലും പൊക്കും. നമ്പർ മാറി എവിടെയെങ്കിലും ഓടിയാലും ശരി, അത് പിടിക്കപ്പെടും. എന്തായാലും ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ റെയ്ഡ് നടത്തിയോടുകൂടിയാണ് ഈ വാഹനത്തിൻ്റെ പേരിലുള്ള ഒരു റെയ്ഡാണ് എന്ന് മനസ്സിലാകും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നൂംകൂർ എന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് കസ്റ്റംസ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും സംശയിക്കപ്പെടുന്നവരുടെ വീടുകളിൽ ആ വാഹനം പിടിച്ചെടുക്കാനായിട്ടുള്ള റെയ്ഡ് നടത്തുന്നത്. നൂംകൂർ ഓപ്പറേഷൻ സജീവമായിട്ട് ഉണ്ട്. 150 വാഹനങ്ങൾ പിടിച്ചെടുക്കും. ഇല്ലെങ്കിൽ ആ വാഹനങ്ങൾ ആൾക്കാർ നശിപ്പിക്കാതെ നിവൃത്തിയില്ല.